ഈ അതിജീവിതയുടെ ഒരു പോസ്റ്റൊക്കെ അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ജീവിക്കാൻ എന്നെ അനുവദിക്കൂ, ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു അതിജീവിതയ്ക്കൊരു സമൂഹത്തോട് പറയേണ്ടി വരുന്നത് കണ്ടു നിൽക്കാനും കേൾക്കാനും അവൾക്കൊപ്പം നിൽക്കുന്ന ആർക്കും സാധിക്കുന്നതല്ല. അപ്പം അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? അതിൽ ഒരു ആധികാരിക ശബ്ദം താങ്കളുടേത് കൂടി ആവശ്യമല്ലേ? അല്ല, ഈ പറയുന്ന പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ മിനിഞ്ഞാന്ന് ഞാൻ പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ വളരെ വിശദമായി പറയുകയുണ്ടായി. 100% നമ്മൾ അവൾക്കൊപ്പമാണ്. അക്കാഡമി എന്ന നിലയിലും എൻ്റെ പേഴ്സണൽ ലെവലിലും ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലും ഇതൊക്കെ മാറ്റി വയ്ക്കൂ. കേരളത്തിലെ ഒരു പൊതുസമൂഹം എന്ന നിലയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ വിഷയം ഉണ്ടാകുന്ന അന്നു മുതൽ നമ്മളെല്ലാവരും അവൾക്കൊപ്പമാണ്. അതല്ലാതെ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ കഴിയില്ല. 100% അക്കാഡമിയും കേരള ഗവൺമെൻറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും അവൾക്കൊപ്പമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ മീറ്റു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ, ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അഗൈൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ഉണ്ടാകുന്ന സമയത്ത്, അപ്പോൾ അത് ഹോളിവുഡിലായാലും UK-യിലായാലും ഫ്രാൻസിലായാലും യൂറോപ്പിലായാലും മറ്റെല്ലാ ഇൻഡസ്ട്രികളിലും ഉണ്ടായിട്ടും ഒരു ഗവൺമെൻറ്റും യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതിനെതിരെ അതിനെ കർബ് ചെയ്യാൻ, അതിനെ അനലൈസ് ചെയ്യാൻ ചെയ്തിട്ടില്ല. ലോകത്തിലൊരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല. പക്ഷേ കേരള ഗവൺമെൻറ് മാത്രമാണ് ചെയ്തത്. അതിനൊരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാക്കി, ഒരു ജുഡീഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കി, അതിനെപ്പറ്റി വിശദമായി പഠിച്ചു, അതിൻ്റെ രൂപരേഖകൾ ഉണ്ടാക്കി, ഇത് കർബ് ചെയ്യാനുള്ള പോളിസി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള രൂപരേഖകൾ തയ്യാറാക്കി, അതിൻ്റെ ഫിലിം പോളിസി ഉണ്ടാക്കാനുള്ള കോൺഫറൻസ് ചെയ്തു, പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചു, ആ പോളിസിയെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, അത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമുള്ളൊരു വിഷയമായിട്ടാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് സമൂഹത്തിലെ മൊത്തത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ പെങ്ങന്മാരും അമ്മമാരും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രി മാത്രം, സിനിമ ഇൻഡസ്ട്രി മാത്രം ഒരു സാമ്പിൾ ഇൻഡസ്ട്രി ആയിട്ട് എടുത്തുകൊണ്ടൊരു സർക്കാരിന് ഒരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. എല്ലാ വശങ്ങളും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലേക്കും നോക്കണം. അതിനുള്ള സമയം നിങ്ങൾ ഗവൺമെൻറ് കൊടുക്കണം. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ ഇൻവോൾവ് ആണ്. ഈ പോളിസി ഡ്രാഫ്റ്റിങ്ങിൽ നിശ്ചയമായും ഗവൺമെൻറ് ഓഫ് കേരള ഇതിനെതിരെ ഒരു വളരെ ശക്തമായ ഒരു പോളിസിയുമായിട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾക്ക് ആർക്കും, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ നടക്കുന്നതും പറയപ്പെടുന്നതും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതും. അതിനൊക്കെ നമ്മൾ എതിരാണ്. ശക്തമായ നടപടികൾ അതിനെതിരെ ഉണ്ടാകും. അക്കാഡമിയുടെ പൊസിഷൻ വളരെ വളരെ ക്ലിയറാണ് ഇക്കാര്യത്തിൽ. നമ്മൾ 100% മേനി അവൾക്കൊപ്പമാണ്. ഓക്കെ, നിലപാട് വ്യക്തമാണ്. ശ്രീ റസൽ പൂക്കുട്ടി,